ഹായ് ഓൾ ജിൻസ് കോക്ക് എയ്ഡൻ ദ എ സ്പിരിറ്റ് സിനിമാ കഥ ക്ലബ് എഫ് എമ്മിൽ ഇന്നലെ എയർ ചെയ്തിട്ടുള്ളതാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. സിനിമാ കഥ എന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്ക് വിഷ്വൽസ് ഇല്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മാത്രം നമുക്ക് കേൾക്കാം. പണ്ട് ശബ്ദരേഖ നമ്മൾ കേട്ടിട്ടുണ്ട്. ശബ്ദരേഖ എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്ത റിലീസ് ചെയ്ത സിനിമകളുടെ ശബ്ദം മാത്രം നമ്മൾ കേൾക്കുന്ന പരിപാടി. ഈ സിനിമയ്ക്ക് ഈ സിനിമാ കഥയ്ക്ക് വിഷ്വൽസേ ഇല്ല, പഴയ റേഡിയോ നാടകങ്ങൾ പോലെ. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. ആയുഷ്കാലം എന്ന് പറയുന്ന സിനിമയുണ്ട്, ശ്രീനിവാസനും അതുപോലെ തന്നെ ജയറാമും മുകേഷൊക്കെ അഭിനയിച്ച്. ആയുഷ്കാലം തന്നെ ഗോസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോപ്പിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കാണിച്ചൊരു കഥ, അതായത് തട്ടിപ്പോയ ഒരാളുടെ പ്രേതം വേറെ ഒരാൾ വഴി സംസാരിക്കും. ഇതിൽ ആൾക്ക് പകരം ഒരു AI ടൂളാണ്. AI ടൂള് വന്നിട്ട്, അതായത് തട്ടിപ്പോയ ആളുണ്ടാക്കിയ AI ടൂള് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പോയ ആൾ തന്നെ ജീവിച്ചിരിക്കുന്ന ആളോട് സംസാരിക്കുന്നു, കഥാനായകനോട് സംസാരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില മിസ്റ്ററിയും ക്രൈമും ഇൻവെസ്റ്റിഗേഷനൊക്കെയാണ് പരിപാടി. സ്റ്റോറിയുടെ അല്ല, ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ കാലഘട്ടം ഒരുപാട് മാറി. പണ്ട് കാസറ്റ് ഇട്ടിട്ട് ശബ്ദരേഖ കേട്ട കാലം മാറി, റേഡിയോയിൽ ഉച്ചയ്ക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശബ്ദരേഖ കേട്ട കാലം മാറി. ഇപ്പോഴും മറ്റേ പക്കി FM-ലേക്കാണ് കളി. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇതിൽ നമുക്കിങ്ങനെ കേൾക്കാം. ഇങ്ങനെ കേൾക്കുമ്പോൾ ഇമാജിനേഷൻ അത് വേറെ ലെവൽ പരിപാടിയാണ്. അത് പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മളൊരു നോവൽ വായിക്കുന്ന സമയത്ത്, ഒരു ചെറുകഥ വായിക്കുന്ന സമയത്ത്, ഒരു കവിത വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലിങ്ങനെ വിരിഞ്ഞ് വരുന്ന ഇമാജിനേഷൻ അത് നമ്മുടെ ഓൺ സാധനമാണ്. അത് വേറൊരാൾക്കും കാണാൻ പറ്റില്ല. ആ കഥാപാത്രങ്ങളുടെ മുഖം, ആ കഥാപാത്രങ്ങളുടെ ശബ്ദം, കഥാപരിസരം, ആ ഒരു ടെറൈൻ, അതൊക്കെ നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അത് നമുക്ക് അനുഭവിക്കാനുള്ളൊരു ചാൻസാണിത്. കാരണം കുറേ നാളായിട്ട് നമ്മളിങ്ങനത്തെ കേൾക്കുന്നില്ല. റേഡിയോയിലൊക്കെ ഇപ്പോൾ നാടകം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എന്തായി കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ ആ രീതിക്ക് എടുക്കുന്ന എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ നോട്ട് ദ ക്വാളിറ്റി വൈസ്. ഈ ചെയ്തു വെച്ച സാധനത്തിന് ഇതിൻ്റെ സ്റ്റോറി ക്യൂറേറ്റർ രമേഷ് പിഷാരടിയാണ്. പ്രധാനമായിട്ടും ഇത് ഇത്രയും അറ്റൻഷൻ കിട്ടാൻ കാരണം ലാലേട്ടനാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായ രഘുത്തമന് ശബ്ദം കൊടുത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ശബ്ദം എന്ന് പറയുന്നത് സിനിമയിൽ കാണുന്നതിനേക്കാൾ ഉപരി അങ്ങനെ കണ്ണടച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് ലാലേട്ടൻ്റെ ശബ്ദം. ഞാൻ പണ്ട് കാസറ്റ് ഇട്ടിട്ട് ലാലേട്ടൻ്റെ ശബ്ദരേഖകൾ കുറേ കേട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാലാപ്പാനി കൂട്ടത്തിൽ ഖോരൻ മുഷാഖാനായിരുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഘോടും ഘുട്ടമില്ലാത്ത പ്രവാസിയുടെ ജീവിതം, അത് മിമിക്രിക്കാർ ചെയ്തിപ്പം കൊളാക്കിയിട്ടുണ്ടെങ്കിലും അത് ആ സമയത്ത് കേൾക്കുമ്പോഴുണ്ട്. അതുപോലെ തന്നെ മേരാ നാം ഹരിയണ്ണ എന്നൊക്കെ പറയുന്ന അങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ള സാധനം. ഇപ്പം നരസിംഹത്തിലെ ഓഡിയോ കാസറ്റിട്ട് ഞാൻ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്. ഡയലോഗ്സ് ഫുൾ ബൈഹാർട്ടാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, പക്ഷേ പഴയ ലാലേട്ടൻ്റെ ശബ്ദമൊന്നുമല്ല എപ്പോഴും, ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. പുള്ളി അത് റെൻഡർ ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. എന്നാൽ അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം ഉണ്ടായിരുന്നു. പല സമയത്തും ഇപ്പം ബൈബിൾ വചനമൊക്കെ പറയുന്ന സമയത്ത് ഹൊരേയൊരു രാജാവ് എന്നൊക്കെ പറയുന്ന അതേപോലത്തെ ചില ബൈബിൾ കൈൻഡ് ഓഫ് ഡയലോഗ്സ് ഇതിനകത്തുണ്ട്. എന്തായാലും കുറഞ്ഞൊരു സമയത്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ്റെ കൂടാതെ മഹേഷ് കുഞ്ഞുമോൻ പിന്നെ അറിയാലോ, പുള്ളിയുടെ റേഞ്ച് അറിയാലോ, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ സൗണ്ടും മഹേഷ് കുഞ്ഞുമോൻ തന്നെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ഒരു പെക്യുലറായിട്ടുള്ള കൈൻഡ് ഓഫ് ഡയലോഗ് ഡെലിവറി ആണല്ലോ, യുണീക്കാണ് സുരേഷ് കൃഷ്ണ. പിന്നെ സുധീർ കരമന, രായ് ശർമ്മ, അങ്ങനെ കുറേ പേരുണ്ട്, സുനിൽ സുഗത, ഇങ്ങനെ ഇവരെല്ലാം കൂടെ ഇങ്ങനെ കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ കിട്ടും. അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലറിയാതെ ഇങ്ങനെ ഇമാജിനേഷനിൽ കൂടെ ഇതിങ്ങനെ കാണാം, വിഷ്വൽസ് ഇങ്ങനെ കാണാൻ പറ്റും. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ പ്രിയരാജ് ജി എന്ന് ഞാൻ വിളിച്ചാൽ ഇനീഷ്യലാണ്. രമേശ് നാരായണൻ ജയരാജി എന്ന് വിളിച്ച പോലെയല്ല. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോജു സെബാസ്റ്റ്യൻ, നൈസാണ്. ക്രിയേറ്റീവ് സപ്പോർട്ടായിട്ട് ഷാജികുമാർ PV ഒക്കെ ഉണ്ട്, പക്ഷേ കാസർഗോഡ് ഭാഷയിൽ ഇതിൽ കേട്ടിട്ടില്ല. സോ ആസ് എ ഹോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു റീവിസിറ്റ്. പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, പഴയ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉണ്ടായിരുന്നത് ഇത്തരം ശബ്ദരേഖകൾക്ക്, റേഡിയോ നാടകങ്ങൾക്ക്, ആ ഒരു പാറ്റേണിലുള്ള ഒരു സാധനം വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ലാലേട്ടൻ തന്നെ ചന്ദ്രലേഖ, ഒരുപാട് സിനിമകൾ. പിന്നെ ലാലേട്ടനെ മാത്രമല്ല കേട്ടോ, സുരേഷ് ഗോപിയുടെ കമ്മീഷണർ രഞ്ജി പണിക്കരായിരുന്നു ആ സമയത്തെ ശബ്ദരേഖയിലെ താരം. ദ കിങ് ഞാൻ എത്രയോ വട്ടം ഫുൾ ബൈ ഹാർട്ടാണ് ഡയലോഗ്സ്, ഇപ്പോഴും അറിയാം. മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ. പിന്നെ മാവേലി കൊമ്പത്ത് എല്ലാ വർഷവും ഓണത്തിന് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, നാദൃശ്യമൊക്കെ ആ സമയത്ത് ഭയങ്കര എൻ്റർടൈനറായിരുന്നു. കാരണം അന്ന് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം. ജഗതിയുടെ ഒരു സാധനമാണ് ജഗപൊക എന്ന് പറഞ്ഞിട്ട്,
ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, പലരുടെ എക്സ്പീരിയൻസിലും പലതായിരിക്കും. പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇതൊരു വൈബാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് അനിയൻ ബാബ ചേട്ടൻ ബാബയുടെയൊക്കെ ശബ്ദരേഖ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം ഉണ്ടാവണം. സിനിമ വെട്ടിച്ചുരുക്കി കുറച്ച് ഡയലോഗ്സ് ഉണ്ടാവും, കുറച്ച് മീൻസ് ത്രൂ ഔട്ട് സിനിമയുടെ സമയം വേണ്ട, റണ്ണിങ് ടൈം വേണ്ട. പക്ഷേ ആ ഒരു സമയത്ത് ഇതിങ്ങനെ കേൾക്കുക, പല ആൾക്കാരും പല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് ആ സമയത്ത്. ചില ആൾക്കാർ മയങ്ങിക്കൊണ്ട് കേൾക്കുമായിരിക്കും, സ്മോക്ക് ചെയ്ത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, ചുമ്മാ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തായി കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയി ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് നൈസാണ്.